അടുത്ത ഊഴം ചാണ്ടി ഉമ്മനാണോ അതോ അച്ചു ഉമ്മനാണോ എന്നുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ചർച്ചകളൊക്കെ എവിടുന്നാണ് തുടങ്ങി വെക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ചർച്ച തുടങ്ങിക്കഴിയുമ്പോൾ അതിങ്ങനെ കയറി അങ്ങ് പോകും. കോൺഗ്രസിന്റെ കേരളത്തിലെ 4 മുഖ്യമന്ത്രിമാരിൽ അതിൽ 3 മുൻ മുഖ്യമന്ത്രിമാരും മരിച്ചു, ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 3 പേരുടെ മക്കൾ BJPയിലേക്ക് പോയി. ഇനി ഒരാളെ അവശേഷിക്കുന്നുള്ളൂ, ഉമ്മൻചാണ്ടി, ലേറ്റ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ ആരാണ് ആദ്യം BJPയിലേക്ക് പോവുക എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ച. അത് ചാണ്ടി ഉമ്മൻ പോകുമോ പുതുപ്പള്ളി MLA, അതോ അച്ചു ഉമ്മൻ പോകുമോ? ഈ 2 പേരുകളാണ് കിടന്ന് കളിക്കുന്നത് എന്നാണ് ചോദ്യങ്ങൾ. ഇതൊരു ഏറിലിട്ടൊരു ചോദ്യമായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. കാരണം നമ്മൾ എപ്പോഴെങ്കിലും കരുതിയോ സാക്ഷാൽ AK ആന്റണിയുടെ, പലതവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സാക്ഷാൽ AK ആന്റണിയുടെ പ്രിയ പുത്രൻ മോൻ BJPയിൽ പോകുന്നു നമ്മൾ എന്തെങ്കിലും വിചാരിച്ചോ? പക്ഷെ സംഭവിച്ചില്ലേ? സംഭവിച്ചപ്പോൾ നമുക്ക് അംഗീകരിക്കേണ്ടി വന്നില്ലേ പോയി എന്നുള്ളത്. ഇപ്പൊ അദ്ദേഹം പത്തനംതിട്ടയിൽ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയാണ്. ഇനി നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ കരുണാകരന്റെ മക്കൾ BJPയിലേക്ക് പോകുന്നു? 2 മക്കളിൽ ഒരാൾ പോയില്ലേ, പത്മജ പോയില്ലേ? എപ്പോഴെങ്കിലും നമ്മൾ വിശ്വസിച്ചോ ഇങ്ങനെ സംഭവിക്കുമെന്ന്? കരുതിയോ? സംഭവിച്ചു. ഇതിനു മുമ്പ് ഒരു ആദ്യ സംഭവം ഉണ്ടായി, അത് ഇന്നത്തെ തലമുറ അധികം ഓർക്കുന്നില്ല. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ. ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പിന്നെ എവിടെ പോയി? BJP പോയി. ഇപ്പം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെയായി BJP പോയിട്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ മത്സരിച്ചു, അസംബ്ലിയിലേക്ക്. കൊല്ലത്ത് മത്സരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പരാജയപ്പെട്ടു. ഇപ്പം അദ്ദേഹം BJPയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അറിയാവുന്നവർ പറയുക ഉണ്ടോ ഇല്ലയോ എന്നത്. അപ്പൊ കേരളം ഭരിച്ച 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 3 പേരുടെയും മക്കൾ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് ഒരു സ്വാഭാവിക ചോദ്യമാണ്, ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ ആരാവും ആദ്യം BJPയിലേക്ക് പോകുന്നത്? അപ്പൊ ചിത്രം കളം പൂർത്തിയാവും. BJPക്ക് പ്രചരിപ്പിക്കാം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും മക്കൾ BJPയിലേക്ക് വന്നു കഴിഞ്ഞു. അതാണ് BJP ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വളമിട്ട് കൊടുക്കാൻ കോൺഗ്രസിൽ തന്നെ ആൾക്കാരുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണല്ലോ. എന്താ ചാണ്ടി ഉമ്മന്, അനിൽ കെ ആന്റണിക്ക് കോൺഗ്രസിൽ പോകാം, കോൺഗ്രസ് വിട്ട് BJPയിൽ പോകാമെങ്കിൽ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മന് പോയിക്കൂടാ? എന്തുകൊണ്ട് അച്ചു ഉമ്മന് പോയിക്കൂടാ? അതിലെന്താ തെറ്റ്? അങ്ങനെ ആർഗ്യൂ ചെയ്തുകൂടെ? അനിൽ കെ ആന്റണിക്ക് പറ്റാത്തത് അങ്ങനെയല്ല. അനിൽ കെ ആന്റണിക്ക് അത് ചെയ്യാമെങ്കിൽ ചാണ്ടി ഉമ്മനെ ചെയ്യൂടെ? 2 പേരും ഒരേ തൂവൽപക്ഷികളായിരുന്നല്ലോ, AK ആന്റണിയും ഉമ്മൻചാണ്ടിയും. കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പൻ AK ആന്റണി ആയിരുന്നെങ്കിലും ഈ എ ഗ്രൂപ്പിന്റെ പടനായകൻ, ലഫ്റ്റനന്റ് കേണൽ, പടനായകൻ യുദ്ധമുന്നണിയിൽ ശരിക്കും ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ എത്രയോ കാലം. അപ്പൊ പടനായകന്റെ മോനോ മോൾക്കോ തലതൊട്ടപ്പന്റെ മോന് BJPയിൽ പോകാമെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന പടനായകനായ ഉമ്മൻചാണ്ടിയുടെ മോനോ മോൾക്കോ BJPയിൽ പോയിക്കൂടെ? എന്താ തെറ്റ്? എന്താ പ്രശ്നം? ഏറിൽ ഇങ്ങനെ ഒരു സാധനം വന്നെങ്കിലും അതിനെ വെറും തമാശയായിട്ട് നമ്മൾ കാണണ്ട. എപ്പോഴും എന്തും സംഭവിക്കുക, എന്തും. നാളെ നമ്മൾ അപ്പോഴേ അറിയുള്ളൂ അങ്ങേരും BJPയിലേക്ക് പോയി എന്ന്. കോൺഗ്രസിന്റെ കാര്യമായോണ്ട് റിയലി അൺസർട്ടൻ. ഇന്നിപ്പോ കോൺഗ്രസിൽ നിൽക്കുന്ന ആള് നാളെ BJPയിൽ എപ്പോൾ പോയി നമ്മൾ കേൾക്കുമ്പോഴാണ് ഞെട്ടൽ വരുന്നത്. ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്ന് കോൺഗ്രസ്, പക്ഷെ നാളെ BJP ഇദ്ദേഹം ആകുമോ ഇല്ലയോ? അതിന് ഈ കോൺഗ്രസിന്റെ ഈ പ്രവർത്തക നേതാക്കളുടെ പേരൊന്നും ഒരു വിഷയമല്ല. ഹിന്ദു പേരായാലും ക്രിസ്ത്യൻ പേരായാലും മുസ്ലിം പേരായാലും എന്ത് പേരായാലും കോൺഗ്രസ് നിൽക്കുന്ന ഇന്നത്തെ ആള് നാളെ BJPയിൽ ഏത് നിമിഷവും പോകാം എന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിൽ രൂപപ്പെട്ടു വന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ കോൺഗ്രസ്സിൽ എല്ലാവരും വിചാരിച്ച് ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലേ നടക്കുകയുള്ളൂ, വടക്കേ ഇന്ത്യയിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. കേരളത്തിൽ അത് നടപ്പായി എന്നുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. നാളെയും സംഭവിക്കും എന്നൊരവസ്ഥയിലാണ് ആൾക്കാർ
സോഷ്യൽ മീഡിയയിൽ വരുന്നവർ അവർ സംശയം ചോദിക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്, ഇനി ആരാ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ ഇനി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് പോകാനുള്ളൂ? ചാണ്ടി ഉമ്മൻ പോകുമോ, അച്ചുമ്മൻ പോകുമോ? അതൊരു സ്വാഭാവിക ചോദ്യമാണ്. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ 4 കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെയും മക്കളെ എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബി ജെ പിയെ മാറ്റിയെടുക്കാനാണ് ബി ജെ പിയുടെ നേതൃത്വം ആലോചിക്കുന്നത്. വലിയ ഓഫർ ചാണ്ടിയുമ്മനും അച്ചുമ്മനും കിട്ടും, ഒരു സംശയവും വേണ്ട. ഇപ്പൊ അനിൽ ആന്റണിക്ക് കിട്ടിയ പൊസിഷൻ പോലെ ദേശീയ വക്താവ്, ദേശീയ ജനറൽ സെക്രട്ടറി, ലോക്സഭാ സീറ്റ്, സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ, പാലക്കാട്ട് വേറെ. അപ്പൊ ഇതൊക്കെ നാളെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും മക്കൾക്കും ഇതൊക്കെ കൊടുക്കാൻ ബി ജെ പി തയ്യാറാണ്. കോൺഗ്രസ് നിന്നിട്ട് എന്തൊരു കാര്യമാണ്? ഇനിയിപ്പോ സാങ്കല്പികമായിട്ട് നമ്മളൊന്ന് ആലോചിക്കുക. ചാണ്ടിയുമ്മൻ ഈ പറയുന്ന പുതുപ്പള്ളി വലിയ പള്ളിയുടെ അവിടെ ഉമ്മൻചാണ്ടി അടക്കിയ അവിടുത്തെ അവിടെ ചെന്നിട്ട് ആ സ്ഥലത്ത് ചെന്നിട്ട്, അപ്പാ ഞാനിനി എന്താ ചെയ്യുക? അപ്പ ഇനിയിപ്പോ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുമോ? അപ്പ കേന്ദ്രത്തിൽ വരുമോ? അപ്പ ഞാൻ എന്ത് ചെയ്യണം? ഞാനുമല്ല അച്ഛനും ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഒരു ഉപദേശം തരുമോ ഞങ്ങൾക്ക് എന്ന് പോയി അവിടെ പോയിട്ടും മുട്ടിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു ചാണ്ടിയുമ്മന്റെ അച്ചുമ്മന്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് പോയതുകൊണ്ടാണ് ഞാനിത് പറയാൻ കഴിയും. അപ്പ എന്ത് പറയും? അപ്പയുടെ ആത്മാവെന്ത് പറയും? മോനെ ചാണ്ടി, നീ നമ്മുടെ ആന്തപ്പന്റെ കുടുംബം ശ്രദ്ധിക്കാറുണ്ടോ? നോക്കാറുണ്ടോ അവിടെ സംഭവിക്കുന്നത്? ആന്തപ്പന്റെ മക്കൾ എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ആന്തപ്പന്റെ മോന് അനിൽ അങ്ങ് പോയില്ലേ, അവന് വല്ല കുഴപ്പമുണ്ടോ? നീ നിന്റെ ബുദ്ധി വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യുക. അങ്ങനെ ഒരു അശരീരി പുതുപ്പള്ളി വലിയ പള്ളിയുടെ സെമിത്തേരിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുമോ എന്നതാണ് ഞങ്ങളുടെ ശരിക്കുള്ള സംശയം.